ഹലോ +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ പാർട്ട് 2 അല്ലേ? പാർട്ട് 2ലുള്ള PYQ നമുക്ക് ജസ്റ്റ് നോക്കിയാലോ? യെസ്, ഫസ്റ്റ് പാർട്ട് 2ൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണല്ലേ? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, array, സ്ട്രിങ് ഹാൻഡ്ലിംഗ് ആൻഡ് IO ഫങ്ഷൻസ്, ഫങ്ഷൻ, ദെൻ 2 തിയറി ചാപ്റ്റർ അല്ലേ? കമ്പ്യൂട്ടർ നെറ്റ്വർക്കും, ദെൻ ലാസ്റ്റ് വൺ ഈസ് ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ കമ്പ്യൂട്ടിംഗ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് ആയിട്ട് ഒരു പെട്ടെന്നുള്ള ഒരു PYQ ജസ്റ്റ് നോക്കിയാലോ? ഫസ്റ്റ് വൺ, കമ്പയർ സ്വിച്ച് ആൻഡ് ഈഫ്. എന്താ കമ്പയർ? LCF ലാഡറും തമ്മിലുള്ള വ്യത്യാസം എന്താ? 4 ഡിഫറൻസ് ആണ് പഠിക്കേണ്ടത്, നിർബന്ധമായിട്ട് പഠിക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം എലമെൻറ്റ്സ് തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്, ഇതും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്. ഇതിൽ എല്ലാ ടൈപ്പ് ഓപ്പറേറ്റേഴ്സും വർക്ക് ചെയ്യും. ഇതാ എല്ലാ ടൈപ്പ് ഓപ്പറേറ്റേഴ്സും പറ്റും. റിലേഷണൽ ഓപ്പറേറ്ററും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും എല്ലാം പറ്റും. റിലേഷണൽ പറ്റും, ലോജിക്കൽ പറ്റും, എല്ലാ എലമെൻസും പറ്റും. എന്നാൽ ഇവിടെ എന്ത് മാത്രമേ പറ്റുള്ളൂ? ഈക്വാലിറ്റി മാത്രം. ഇത് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്, ഇതും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്. യെസ് 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 യെസ്. നെക്സ്റ്റ് വൺ ഈസ്, ഇതിൽ ഏത് ടൈപ്പ് വാല്യൂസ് മാത്രമേ പറ്റുള്ളൂ? സ്വിച്ചിൻ്റെ ഉള്ളിൽ ഇൻറ്റിജറും ക്യാരക്ടറും മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ എങ്കിൽ ഇതിൽ എനി ടൈപ്പ് ഓഫ് വാല്യൂസ് പറ്റും. ഇൻറ്റിജറും ക്യാരക്ടറും ഫ്ലോട്ടും ഒക്കെ പറ്റും. ഒരു മാച്ചും ഫൗണ്ട് ചെയ്തില്ലെങ്കിൽ ഇത് വർക്ക്. നോ മാച്ച് ഫൗണ്ട് ചെയ്താൽ ഇത് ഡീഫോൾട്ട് ബ്ലോക്കാണ് വർക്ക് ചെയ്യുക. ഡീഫോൾട്ട് സെക്ഷൻ. ഇവിടെ നോ മാച്ച് ഫൗണ്ട് ചെയ്താൽ എൽസ് ബ്ലോക്കാണ് വർക്ക് ചെയ്യുക. അപ്പോൾ മക്കൾ പഠിക്കേണ്ടത് 4 പോയിന്റ്സ്. ഒന്ന്, ഇതിൻ്റെ ഈ കൈ നോക്കാം, ഇത് ഈഫ് എൽസ് ആണ്, LCF ലാഡറാണ്. ഇതിൻ്റെ ഈ കൈ നോക്കുക, സ്വിച്ച് ആണ്. നോക്കിക്കോ, മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്, ഇതും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്. കഴിഞ്ഞു. സ്വിച്ചിൻ്റെ ഉള്ളിൽ അല്ല, ഇത് LCF ലാഡറാണ് അല്ല, LCF ലാഡറിൻ്റെ ഉള്ളിൽ എല്ലാ ഓപ്പറേറ്റേഴ്സും പറ്റും. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഒക്കെ പറ്റും. അപ്പോൾ ഇത് സപ്പോർട്ട് ഓൾ കൈൻഡ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ, ലോജിക്കൽ ഒക്കെ സപ്പോർട്ട് ചെയ്യും. ഇത് വർക്ക് ചെയ്യൽ ഇക്വാലിറ്റി മാത്രമാണ്. ഈക്വൽ ടു സ്വിച്ചിൻ്റെ ഉള്ളിൽ കേസ് 1, കേസ് 2 ഇക്വാലിറ്റി അല്ലേ? തേർഡ് വൺ ഈസ്, ഇതിൽ കേസിൻ്റെ ഉള്ളിൽ നമുക്കറിയാം കേസിൻ്റെ ഉള്ളിൽ 2.5 ഒന്നും പറ്റൂല. എന്നാൽ LCF ലാഡറിൻ്റെ ഉള്ളിൽ ഏത് ടൈപ്പ് വാല്യൂസും പറ്റും, ഏത് ടൈപ്പ് വാല്യൂസും പറ്റും. നോട്ട് ചെയ്ത് വെച്ചോ. എന്നാൽ ഇവിടെ ഇൻറ്റിജറും ക്യാരക്ടറും ഫ്ലോട്ടൊക്കെ പറ്റും. ഇവിടെ എന്ത് മാത്രമേ പറ്റുള്ളൂ? ഇൻറ്റിജറും ക്യാരക്ടറും മാത്രം. ലാസ്റ്റ് വൺ ഈസ് നോ മാച്ച് ഫൗണ്ട്. ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ LCFിൻ്റെ ലാസ്റ്റ് സാധനം എൽസ് ആണ്. എന്നാൽ അപ്പുറത്ത് എന്താ? സ്വിച്ചിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് വൺ ഈസ് ഡീഫോൾട്ടാണ്. സെക്കൻഡ് വൺ ഈസ് കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ സിൻടാക്സ് എഴുതാനാണ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ എല്ലാവർക്കും അറിയുന്നതാണ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ സിമ്പിൾ. കണ്ടീഷൻ എഴുതുക. ഫസ്റ്റ് ഒരു കണ്ടീഷൻ എഴുതും. ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ ട്രൂ ആണെങ്കിൽ എന്താണോ ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട ടാസ്ക് നമ്മൾ ചെയ്യുക. ട്രൂ കേസ് സ്റ്റേറ്റ്മെൻറ്റ്. അതല്ല എങ്കിൽ ഫാൾസ് കേസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് ഇതിൻ്റെ ബ്ലോക്ക്. നോട്ട് ചെയ്ത് വെച്ചോ. ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് എ ടെർണറി ഓപ്പറേറ്റർ ആണ്. 3 ആളുകളുണ്ടാവും ഇത് വർക്ക് ചെയ്യാൻ. ടെർണറി ഓപ്പറേറ്റർ ആണ്. ഏതാ ടെർണറി ഓപ്പറേറ്റർ? ഒരു കണ്ടീഷൻ. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ ചെയ്യേണ്ട പണി ട്രൂ കേസ് സ്റ്റേറ്റ്മെൻറ്റ്, തെറ്റാണെങ്കിൽ ചെയ്യേണ്ട ടാസ്ക് ഫാൾസ് കേസ് സ്റ്റേറ്റ്മെൻറ്റ്. 1 2 3 ടെർണറി ഓപ്പറേറ്റർ. യെസ്, ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. റീറൈറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരും. ബിലോ മെൻഷൻഡ് C++ സ്റ്റേറ്റ്മെൻറ്റ് ഈഫെൽസ് ഉപയോഗിച്ചിട്ട് ഈ എക്സ്പ്രഷനെ ഈഫെൽസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ചോദിച്ചാൽ ഇതിൻ്റെ കണ്ടീഷൻ ഇപ്പം പറഞ്ഞിട്ടുള്ളൂ. ഈ നടുവിൽ എഴുതിയതാണ് കണ്ടീഷൻ. ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ തൊട്ട് മുമ്പുള്ളതാണ് കണ്ടീഷൻ. സോ ക്വസ്റ്റ്യൻ മാർക്ക് ഈഫ് കണ്ട, ഈഫ് A ഗ്രേറ്റർ ദാൻ B ആണെങ്കിൽ ഈ ബ്ലോക്ക് നേരെ സിയിലേക്ക് പോകും. സോ C ഈസ് ഈക്വൽ ടു A + B. അല്ലെങ്കിൽ എൽസ് A - B അങ്ങോട്ട് പോകും. C ഈക്വൽ ടു A - B. വളരെ സിമ്പിൾ അല്ലേ? യെസ്. റീറൈറ്റ്. ഈ റീറൈറ്റ് ആണ് ഈ ചാപ്റ്ററിൽ പേടിക്കേണ്ടത്. ഫോർ ലൂപ്പിനെ വൈൽ ലൂപ്പിലേക്കൊക്കെ ആക്കുന്ന പോലെ LCF ലാഡറിനെ സ്വിച്ചിലേക്കാക്കാൻ ചോദിച്ചതാണ്. യെസ്, ഇത് LCF ലാഡറാണ്. സ്വിച്ച് ആക്കാൻ ചോദിച്ചാൽ ചെയ്യേണ്ട ടാസ്ക് മക്കളെ നേരത്തെ ഞാൻ പറഞ്ഞു. ഈ ഡബിൾ ഈക്വൽ ടു കണ്ടോ? ഈ ഡബിൾ ഈക്വൽ ടു ഇക്വാലിറ്റി മാത്രമേ സ്വിച്ചിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. എല്ലാ സ്വിച്ചിനെയും LCF ലാഡറിലേക്ക് മാറ്റാൻ പറ്റും. എന്നാൽ എല്ലാ LCF ലാഡറിനെയും സ്വിച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റൂല. സോ ശ്രദ്ധിച്ചോ, ഇവിടുത്തെ മെയിൻ ടോപ്പിക്ക് വാലാണ്. വാല്യൂവിൻ്റെ വാലാണ്. സോ സ്വിച്ച് വാൽ എഴുതാം. സ്വിച്ച് വാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? 1 ഉണ്ട്, 3 ഉണ്ട്. സോ കേസ് 1 കണ്ടോ? കേസ് 1ൽ ടൊമാറ്റോ ആണ്. സോ C ഔട്ട് ടൊമാറ്റോ എന്നുള്ള പ്രിന്റ് ചെയ്യാം. ടൊമാറ്റോ. ഉടനെ ഇത് നിർത്താനുള്ള സ്റ്റെപ്പാണ് ബ്രേക്ക്.
Again case, ഏതാ കേസ്? നെക്സ്റ്റ് വാല്യൂ ഈസ് 3 ആണ്. സോ കേസ് 3, കേസ് 3യിൽ എന്താ തന്നത്? ഒനിയൻ ആണ്. സോ ഒനിയൻ ഇവിടെ എഴുതും, ഒനിയൻ. ബ്രേക്ക് ഇതൊന്നുമല്ല എങ്കിൽ, ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ എൽസിൻ്റെ ബദൽ സംവിധാനമാണ് ഡീഫോൾട്ട്. ഡീഫോൾട്ട് ഇതൊന്നുമല്ല എങ്കിൽ ജസ്റ്റ് പ്രിന്റ് ഫ്രൂട്ട്സ്, സി ഔട്ട് ഫ്രൂട്ട്സ്. ഉടനെ ബ്രേക്ക്. അതിൻ്റെ ആവശ്യമുണ്ടാ? ബ്രേക്ക് കൊടുത്താലും കുഴപ്പമില്ല, പക്ഷെ ഡീഫോൾട്ട് കഴിഞ്ഞിട്ട് ബ്രേക്കിൻ്റെ ആവശ്യമില്ല. യെസ്, സ്വിച്ചിൻ്റെ സിൻടാക്സ് എഴുതിയാൽ മതി. സ്വിച്ചിനെ പറ്റി എഴുതാൻ ചോദിച്ചാൽ ഇറ്റ് സപ്പോർട്ട്സ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്. മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്. നേരത്തെ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ എഴുതാം. എന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ സിൻടാക്സ് കൂടി എഴുതിയാൽ വളരെ വൃത്തിയായി. സിൻടാക്സ്, സ്വിച്ചിൻ്റെ സിൻടാക്സ് ഇത്രേ ഉള്ളൂ. സ്വിച്ച് എന്ന് എഴുതാം, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു കണ്ടീഷൻ എഴുതും. എന്നിട്ട് എന്താ? കേസ് വാല്യൂ. കണ്ട, കേസ് വാല്യൂ എഴുതേണ്ട ഈ വാല്യൂസ് കംപ്ലീറ്റ് ചെയ്താൽ എന്താണോ ചെയ്യേണ്ട ടാസ്ക് അതെല്ലാം എഴുതാ. ഉടനെ ബ്രേക്ക്. വീണ്ടും കേസ് വാല്യൂ. കേസ് വാല്യൂ എഴുതേണ്ട ടാസ്ക് ഒക്കെ എഴുതാം. ലാസ്റ്റ് വൺ ഈസ് ബ്രേക്ക്. ഇതൊക്കെ കഴിഞ്ഞ ശേഷം ലാസ്റ്റ് പാർട്ട് ഡീഫോൾട്ട് എന്താണോ ചെയ്യേണ്ടത് ചെയ്യുക. ലാസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ്. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ചോദിക്കുക. ഫോർ ലൂപ്പിൻ്റെ കമ്പണൻസ് ചോദിക്കും. ഫോർ എഴുതുന്ന സ്റ്റൈൽ ഇങ്ങനെയാണ്. ഫോർ ലൂപ്പ് ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യലൈസേഷൻ, ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടീഷൻ എന്താണോ വർക്ക് ചെയ്യേണ്ടത് അത് വർക്ക് ചെയ്യുക. കണ്ടീഷൻ. എന്നിട്ടോ ബോഡി. യെസ്, എഴുതേണ്ട ടാസ്ക് ഒക്കെ എഴുതാ. ദിസ് ഈസ് കോൾഡ് ബോഡി. ബോഡി കഴിഞ്ഞതിന് ശേഷം മുകളിലോട്ട് കയറും. ദാറ്റ് ഈസ് കോൾഡ് അപ്ഡേഷൻ. അപ്പോൾ 4 സ്റ്റേറ്റ് പാളിൽ 4 എലമെൻറ്റ്സ് ആണുള്ളത്. ലൂപ്പിൻ്റെ 4 എലമെൻറ്റ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, ബോഡി, അപ്ഡേഷൻ. തീർന്നു. ഒരു എക്സാമ്പിൾ എഴുതിയിട്ടാൽ വൃത്തിയായി. യെസ്, പ്രിന്റ് 1 to 100 ചോദിച്ചാൽ ചെയ്യേണ്ട ടാസ്ക് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 1 എന്നാണ്. സോ i = 1. എത്ര വരെ പോകണം? 100 വരെ പോകണം. i less than or equal to 100, i ++ ജസ്റ്റ് സി ഔട്ട് i. ശരിക്കും സി ഔട്ട് ആയി കഴിഞ്ഞിട്ടാണ് i++ ചെയ്താൽ. അതൊരു ഫ്ലോയിൽ ഇങ്ങനെ എഴുതിപ്പോയതാണ്. ശ്രദ്ധിക്കണേ, വളരെ സിമ്പിളാണ്. ഇനി ഇതിൽ കൺഫ്യൂഷൻ വരുത്തുന്നത് ഇവിടെ സെമിക്കോളനൊക്കെ തരും. ഇവിടെ സെമിക്കോളൻ തന്നിട്ട് ഔട്ട്പുട്ട് ചോദിച്ചാൽ ഫോർ ലൂപ്പിൻ്റെ അവസാനത്തിൽ സെമിക്കോളൻ ഇല്ല. സെമിക്കോളൻ ഇട്ടാൽ ഫോർ ലൂപ്പിൻ്റെ അവസാനത്തിൽ സെമിക്കോളൻ ഇട്ടാൽ അതിനെന്തില്ല? ആ ഫോർ ലൂപ്പിന് ഒരു ബോഡി ഇല്ല, ഒരു ബോഡിയും ഇല്ല. ബോഡി ഇല്ല എങ്കിൽ എന്താ ഉണ്ടാവുക? ബോഡി ഇല്ല എങ്കിൽ ആ ലൂപ്പ് വെറുതെ ഇങ്ങനെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ വർക്ക് ചെയ്യും, മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടാ. യെസ്, ഫോർ ലൂപ്പ് ഇങ്ങനെ തന്നു. വൃത്തിയിൽ അടിപൊളിയായിട്ട് ഒരു ഫോർ ലൂപ്പ് തന്നാണ്. എന്താ ഇതാണെന്നാ ചോദിച്ചേ? റീറൈറ്റ് യൂസിങ് വൈൽ ലൂപ്പാണ്. വൈൽ ലൂപ്പിലേക്ക് മാറ്റി ഞാൻ ജസ്റ്റ് ആ ഫോർ ലൂപ്പിനെ ഒന്നുകൂടി മാറ്റി ഇതാണ്. ഇൻറ്റ് i = 2 സെമിക്കോളനാണ്. സെമിക്കോളൻ i = 2 സം = 2 അല്ലേ, സം = 0. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സെമിക്കോളനാണ്. ലാസ്റ്റ് വൺ ഈസ് i less than or equal to 20, i = i + 2. യെസ്, സം = സം + i. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഫോർ ലൂപ്പിനെ വൈൽ ലൂപ്പിലേക്ക് ആക്കാൻ ചോദിച്ചാൽ ചെയ്യേണ്ട ടാസ്ക് ഒന്നുമില്ല. വൈൽ എഴുതാ, നേരെ കൊണ്ടുപോയിട്ട് ആ കണ്ടീഷൻ ഇങ്ങനെ എഴുതാം. ഈ കണ്ടീഷൻ നേരെ എഴുതുക. ഈ കണ്ടീഷൻ എഴുതിയാൽ ഈ കണ്ടീഷൻ്റെ കൂടെ ഇത് എഴുതാനുള്ള ഗ്യാപ്പില്ല. അപ്പോൾ ഇത് നേരെ തൊട്ട് മുകളിൽ എഴുതാം. i = 2 സം = 0. അപ്പോൾ ഈ ടാസ്കും കഴിഞ്ഞു. ഇപ്പോൾ ഈ സെക്ഷനും കഴിഞ്ഞു, ഇതും കഴിഞ്ഞു. ഇനി എന്താ എഴുതണ്ടേ? i = i + 2ൻ്റെ തൊട്ട് മുമ്പേ സം എഴുതുക. സം = സം + i എന്ന് എഴുതുക. അതോടൊപ്പം i = i + 2 എന്ന് എഴുതാം. ഈ ഫൈൽ ലൂപ്പിൻ്റെ അടിയിൽ 2 ലൈനുള്ളതുകൊണ്ട് നിർബന്ധമായിട്ടും സെപ്പറേറ്റ് ഒരു ബ്രാക്കറ്റ് ഇടുക. ടാസ്ക് ഈസ് ഓവർ. ദാറ്റ്സ് ഓൾ. അഗെയിൻ ഇങ്ങനെ കമ്പാരിസണുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചോ. ND കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം. ND കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ദ കണ്ടീഷൻ ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ ബോഡി സെക്ഷൻ. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ ദ ബോഡി സെക്ഷൻ. പ്ലേസ് ചെയ്യുന്നു ബിഫോർ ദ ബോഡി സെക്ഷൻ, ഇത് ആഫ്റ്റർ ദ ബോഡി സെക്ഷൻ. രണ്ടാമത്തെ പോയിന്റ്, ഇതിൽ ND ആകുമ്പം കടക്കുമ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യും. അപ്പോൾ കണ്ടീഷൻ തെറ്റിയാൽ വർക്ക് ചെയ്യില്ല. നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ് ആണ്.
ഇത് ലാസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് എന്ത് തന്നെ ആയാലും ഒരു ഔട്ട്പുട്ട് കിട്ടും. എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. ഇതിൻ്റെ എക്സാമ്പിളാണ് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും. ഇതിൻ്റെ എക്സാമ്പിളാണ് ഡു വൈൽ ലൂപ്പ്. ഇങ്ങനെ ഡു വൈൽ ലൂപ്പ് എഴുതരുത് സ്മോൾ ലെറ്ററിൽ കേട്ടോ. ഓട്ടോമാറ്റിക് കറക്ഷനിൽ വരുന്നതാണ് ക്യാപിറ്റൽ. എപ്പോഴും കീവേഡ് പറഞ്ഞാൽ ഓൾവേസ് എന്തായിരിക്കും? സ്മോൾ ലെറ്റർ ആയിരിക്കും. യെസ്, ഡാഷ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ്ഡ് ടു ടെർമിനേറ്റ്. ഒരു പ്രോഗ്രാം അവസാനിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേരാണ് എക്സിറ്റ് ഫംഗ്ഷൻ. എക്സിറ്റ് ഫംഗ്ഷൻ. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇൻ C++ ട്രാൻസ്ഫർ കൺട്രോൾ ഓഫ് എ പ്രോഗ്രാം ടു എ ലേബിൾഡ്. ഒരു പെർട്ടിക്കുലർ ലേബലിലേക്ക് പോകണമെങ്കിൽ യൂസ് ചെയ്യുന്ന കമൻ്റാണ് ഗോ ടു. ഡാഷ് സ്റ്റേറ്റ്മെന്റ് ടേക്സ് ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട് ഓഫ് ദ ലൂപ്പ്. ലൂപ്പിൻ്റെ പുറത്തേക്ക് ചാടും ഈവൻ ദോ ദ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഈസ് ട്രൂ. ദാറ്റ് ഈസ് കോൾഡ് ബ്രേക്ക്. ബ്രേക്ക്. നെക്സ്റ്റ്, എൻ്റെ മക്കളെ, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ, എൻ്റെ എപ്പോഴുള്ള ബ്രാൻഡ് എക്സാമ്പിൾ, I = 1, I < 10 വരെ പോവാം, I++ എഴുതാം. എപ്പം 5 എത്തിയാൽ ഉടനെ ബ്രേക്ക് ചെയ്യുക. I = 5 എത്തിയാൽ ഉടനെ ബ്രേക്ക്, അല്ല എങ്കിൽ മാത്രം പ്രിന്റ് ചെയ്യുക. ഇതിന് ആൻസർ എന്താ വരടാ? 5 എത്തുമ്പോൾ ബ്രേക്ക് വരും. സോ 1 2 3 4. 5 എത്തുമ്പോൾ 5 = 5 ബ്രേക്ക് ആവും. ബ്രേക്ക് മീൻസ് എക്സിറ്റ് ഫ്രം ദ ലൂപ്പാണ്. എക്സിറ്റ് ഫ്രം ദി ലൂപ്പ്. ലൂപ്പ് എന്ന് പുറത്ത് ചാടും. എന്നാൽ ഇതേ കോഡിൽ ഈ ബ്രേക്കിൻ്റെ സ്ഥാനത്ത് കണ്ടിന്യൂ പ്ലേസ് ചെയ്താൽ ബാക്കിയൊക്കെ സെയിം. ഫോർ I = 1, I < 10, I++. ഇഫ് I = 5 ആണെങ്കിൽ, കണ്ടിന്യൂ ആണെങ്കിൽ, സി ഔട്ട് ആയി എന്ന് കൊടുത്താൽ അവിടെ 5 എത്തുമ്പോൾ സ്കിപ്പ് ആവുക ചെയ്യുക. നോട്ട് ചെയ്യേണ്ട പോയിന്റ് സ്കിപ്പാണ്. സ്കിപ്പ്. സോ ദ ആൻസർ ഈസ് 1 2 3 4. ഒരു പ്രശ്നമില്ല, 5 വർക്ക് ചെയ്യൂല. 6 7 8 9 10 പഠിച്ചു വെച്ചോ, സ്കിപ്പാണ്. യെസ്, array. ചാപ്റ്റർ നമ്പർ 8 എത്തി. arrays ഡിക്ലെയർഡ് ആസ് ഫോളോസ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഒരു ഡൗട്ടും വേണ്ട, സ്പോട്ടിൽ ബോക്സ് വരയ്ക്കുക. ബോക്സ് വരച്ചില്ലെങ്കിൽ വർക്ക് ചെയ്യൂലേ, കിട്ടൂലേ, മനസ്സിലാവൂലേ. 7 3 8 4 1. ഇൻഡെക്സ് വാല്യൂ 0 1 2 3 4. ഇതിനെ പറയുന്ന പേരാണ് ഇൻഡെക്സ്, അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരാണ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. A of 2 ഇയാൾ 8. ഇതാണ് A of 2. Then A of 3 A of 3 ആരാ? A of 3 4 ആണ്. 8 + 4 ആൻസർ ഈസ് 12. The final answer is 12. Write a C++ program to read and print 10 numbers in an array. പ്രോഗ്രാം. മക്കളെ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇക്കൊല്ലത്തെ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് എടുത്തവരല്ല, അറബി എടുത്തവരുണ്ടാവും, മലയാളം എടുത്തവരുണ്ടാവും, ഹിന്ദി എടുത്തവരുണ്ടാവും. അതേപോലെ ഒരു ടെക്നിക്കൽ സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് സെക്കൻഡ് ലാംഗ്വേജ്. അവർക്ക് ചോദിച്ച 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ C പ്രോഗ്രാം ടു റീഡ് ആൻഡ് പ്രിന്റ് 10 numbers. വേറെ ദിവസമല്ല, മാർച്ച് 5 2024 ചോദിച്ച ചോദ്യമാണ് ഇത്. വേറെ മുന്നേ ഒന്നല്ല കേട്ടോ, മുന്നേ PYQ ആണ്. ഈ പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്, ശ്രദ്ധിച്ചോ. റൈറ്റ് എ പ്രോഗ്രാം ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ വൃത്തിയിൽ പഠിക്കാം. ആഷ് ഇൻക്ലൂഡ് IO stream. സെക്കൻഡ് ലൈൻ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ യൂസിങ് നെയിം സ്പേസ് STD. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇൻഡ് മെയിൻ. ഇത്രയും കഴിഞ്ഞാൽ 10 numbers റീഡ് ചെയ്യേണ്ടത്. സോ ഇൻഡ് A of 10 എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഒരു I കൂടി ക്രിയേറ്റ് ചെയ്യുക. 10 numbers റീഡ് ചെയ്യാൻ ആളോട് ടൈപ്പ് ചെയ്യാൻ പറയുക. സി ഔട്ട് എൻ്റർ എത്ര നമ്പേഴ്സ്? 10 numbers എൻ്റർ ചെയ്യാൻ പറയാം. എൻ്റർ 10 numbers. ആൾ ടൈപ്പ് ചെയ്യൽ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുക? 0 എന്നാ സ്റ്റാർട്ട് ചെയ്യുക. 0 I < 10 = 9, അല്ലെങ്കിൽ ബെസ്റ്റ് വൺ I < 10 എന്ന് കൊടുക്കണാവും നല്ലേ. I < 10. ഇത് വൃത്തിയിൽ ഈ കോഡിൽ ഒരു മാറ്റം വരില്ല, സൈസ് മാത്രമേ മാറുള്ളൂ. C in A of I. ഇത്രയും കോഡ് മക്കളെ ഒരു മാറ്റം ഉണ്ടാവില്ല. ഈ 7 lines മാറ്റം ഉണ്ടാവില്ല. ഇനി പ്രിന്റ് ചെയ്യാൻ വേണ്ടി സി ഔട്ട് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് ദ നമ്പേഴ്സ് ആർ എന്നുള്ള ഒരു മെസ്സേജ് ഒക്കെ പോയിക്കോട്ടെ, ഒരു കാണാൻ ലുക്കായിരിക്കും.
നമ്പേഴ്സ് ആർ എന്നുള്ള മെസ്സേജ് പോവുക. എന്നിട്ട് വീണ്ടും ഫോർ ലൂപ്പ്. അറേയിൽ എന്ത് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിലും ഫോർ ലൂപ്പ് ഇല്ലാതെ ഒരു ടാസ്കും ഇല്ല. സോ ഫോർ ഐ ഈസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 10 ആണ്, ഐ പ്ലസ് പ്ലസ് ജസ്റ്റ് എന്ത് ചെയ്യുക, സി ഔട്ട് എ ഓഫ് ഐ, ഒരു സ്പേസ് കൂടി ഇട്ടാൽ കാണാൻ നല്ല ലുക്കായിരിക്കും. സോ റിട്ടേൺ 0. 3 മാർക്കാണ് ഇപ്രാവശ്യം. ആര് എഴുതിയോ അവർക്ക് 3 മാർക്കാണ് ഇതിൻ്റെ സ്കോർ. റെഡി അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ. എഗെയിൻ അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ, നിങ്ങൾ എൻ്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. റൈറ്റ് എ C++ പ്രോഗ്രാം ടു പ്രിന്റ് ദ സ്മോളസ്റ്റ് എലമെൻറ്റ് ഇൻ എൻ അറേ ഓഫ് n നമ്പേഴ്സ് ആണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് 10 നമ്പേഴ്സ് ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ n നമ്പേഴ്സ് ആണ്. അതുകൊണ്ടുള്ള ചെറിയൊരു മാറ്റങ്ങൾ നോക്ക്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ കോമൺ എലമെൻറ്റ്സ് അതേപോലെ ഇതാണ്. യെസ്. ഇൻഡ് ഞാനിവിടെ എഴുതിയത് A(10) ആണ്. ആ A(10)ന് പകരം ഇവിടെ കുറച്ച് സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുക, ഒരു 100 ഒക്കെ കൊടുക്കാം. n വേണം, i വേണം, ഇത്രയും റെഡിയാക്കി വെക്കാം. ഇതിലുള്ള ടാസ്ക് എൻ്റെ 10 നമ്പേഴ്സാണ്. ആ 10 എന്നുള്ള നമുക്ക് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നുകൊണ്ടാണ് 10. ഇവിടെ n ആണ്. സോ ഫസ്റ്റ് ചെയ്യേണ്ട ടാസ്ക് n എന്താണെന്നുള്ളത് ചോദിക്കണം. എൻ്റർ ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ്, എത്ര ആളുകൾ ഉണ്ട് എന്നുള്ളത് ചോദിക്കണം. ഫസ്റ്റ് ടാസ്ക് അതാണ്. എൻ്റർ ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ ആൾ ടൈപ്പ് ചെയ്യും, എന്നിൻ്റെ എണ്ണം കിട്ടി. ഇനിയുള്ള ടാസ്ക് എന്താ വെച്ചാൽ എവിടെയൊക്കെ 10 കാണണ്ടോ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, n വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പം അടുത്ത ടാസ്ക് സി ഔട്ട്, ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുക എൻ്റർ n നമ്പേഴ്സ്. ആൾ ടൈപ്പ് ചെയ്യട്ടെ. ടൈപ്പ് ചെയ്യുമ്പോൾ ഫോർ ലൂപ്പ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇവിടെ 0 മുതൽ 10 വരെയാണ്. ഇവിടെ 0 മുതൽ എത്ര വരെ മതി? ഐ ലെസ് ദാൻ n, ഐ പ്ലസ് പ്ലസ് സി ഇൻ എ ഓഫ് ഐ. മക്കളെ സെയിം കോഡാണ്. ഞാൻ ഒരു ലൈൻ വരച്ച് ഏതാ ഇത് 7 ലൈൻസ് ആണ്, മറ്റേത് എന്താ 9 ലൈൻസ് ഉണ്ടാവും. എന്താ എക്സ്ട്രാ കൂടിയത്? n എന്താന്നുള്ള ഒരു ലൈൻസ് ചോദിച്ചിട്ടുണ്ടാവും. ഇത്രേ ഉള്ളൂ. ഈ 9 ലൈൻസ് തീർന്നു. ഇനി അടുത്ത ടാസ്ക് എന്താ? ഇനി ഇതിൻ്റെ സ്മോളസ്റ്റ് നമ്പർ ഫൈൻഡ് ചെയ്യണം. സ്മോളസ്റ്റ് നമ്പർ ഫൈൻഡ് ചെയ്യാനുള്ള ലോജിക്ക് ഇത്രേ ഉള്ളൂ. നമ്മൾ സ്മോൾ എന്നുള്ള ഒരു വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്തു. ഞാൻ അസ്യൂം ചെയ്യാണ് സ്മോളിൽ ആദ്യത്തെ നമ്പർ തന്നെ സ്മോളിലേക്ക് പ്ലേസ് ചെയ്ത്. ഇനി ബാക്കിയുള്ള നമ്പേഴ്സ് വെച്ച് നോക്കാം. ബാക്കിയുള്ള നമ്പേഴ്സ് 0 ഇതിലേക്ക് എത്തി. ബാക്കിയുള്ള നമ്പേഴ്സ് 1 എന്ന് കൊടുക്കും. എത്ര വരെ? ലെസ് ദാൻ n, ഐ പ്ലസ് പ്ലസ്. ഞാനെടുത്ത സ്മോളാണ് ഏറ്റവും സ്മോള്. അതിലേറെ സ്മോളായ ഒരു നമ്പർ കിട്ടിയാൽ എങ്ങനെ സെൻറ്റൻസ് ചെയ്താ? ഈഫ് ഞാൻ ഉദ്ദേശിച്ച സ്മോളിലേറെ ചെറുതായ ഒരു എ ഓഫ് ഐ കിട്ടിയാൽ ദിസ് എ ഓഫ് ഐ ബിക്കം സ്മോൾ. ഇപ്പോൾ സ്മോൾ ഈക്വൽ ടു എ ഓഫ് ഐ. ഞാൻ ഉദ്ദേശിച്ച നമ്പറാണ് ഏറ്റവും ചെറുതെന്നുള്ള അസ്യൂം ചെയ്തു. ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഞാൻ ഉദ്ദേശിച്ചാണ്. ആ സ്മോളസ്റ്റിലേറെ ചെറുതായ മറ്റൊരു സ്മോളസ്റ്റ് വന്നാൽ ദാറ്റ് സ്മോളസ്റ്റ് നമ്പർ ബിക്കം നമ്മുടെ സ്മോൾ. യെസ്, തീർന്നു. ഇത്ര ഉള്ളൂ. ഇതിനാണ് 5 മാർക്ക് കിട്ടുക. എല്ലാം കഴിഞ്ഞു. എന്നിട്ട് പ്രിൻ്റ് ചെയ്യുക സി ഔട്ട് ദ സ്മോളസ്റ്റ് നമ്പർ ഈസ് സ്മോൾ. ഒരു റിട്ടേൺ 0 കൂടി കൊടുത്താൽ വളരെ വൃത്തിയായി തീർന്നു. റിട്ടേൺ 0. ടാസ്ക് ഈസ് ഓവർ. വളരെ ഭംഗിയായിട്ട് തീർന്നു. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അൽഗോരിതം. അവിടെ മക്കളെ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ചത് സെലക്ഷൻ സോർട്ട് ആണെങ്കിൽ ബബിൾ സോർട്ട് പാടി പഠിച്ചു പോയിക്കോ. ബബിൾ സോർട്ട് ചോദിക്കുക. ബബിൾ സോർട്ട് എന്നാൽ കമ്പാരിസൺ ആണ്. യെസ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ളത് റീഡ് ചെയ്തു. എലമെൻറ്റ്സ് കംപ്ലീറ്റ് റീഡ് ചെയ്യുക. ഈ സ്റ്റെപ്പ് മുതലാണ് പഠിക്കേണ്ടത്. ഈ സ്റ്റെപ്പ് മുതൽ 7 സ്റ്റെപ്പ് വരെ n-1 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യണം. n-1 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുക. അഡ്ജസൻറ്റ് നമ്പർ തമ്മിലുള്ള കമ്പാരിസൺ ആണ്. കമ്പയർ, ഈ വാക്കില്ലാതെ ഒരു കുട്ടി പോകരുത്. കമ്പയർ ടു അഡ്ജസൻറ്റ് നമ്പേഴ്സ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞാൽ ലീനിയർ സെർച്ച് ഇതാ എൻ്റെ ഈ കൈ ലീനിയർ സെർച്ച്, ഈ കൈ ബൈനറി സെർച്ച് ആണ് അല്ലേ? ഈ ലീനിയർ സെർച്ച് എന്നാൽ എല്ലാ എലമെൻറ്റ്സും വിസിറ്റ് ചെയ്യും. വിസിറ്റഡ് ഓൾ എലമെൻറ്റ്സ് ആണ്. ഇവിടെ എന്താ? നെവർ വിസിറ്റഡ് ഓൾ എലമെൻറ്റ്സ്. അതിന് മുമ്പ് പഠിക്കേണ്ടേ ലീനിയർ സെർച്ച് പറഞ്ഞാൽ നമ്മുടെ സാധാരണ സെർച്ചിങ് ആണ്. അപ്പോൾ എലമെൻറ്റ്സ് ആർ നോട്ട് ഇൻ സോർട്ടഡ് ഓർഡർ. എന്നാൽ ബൈനറി സെർച്ച് എലമെൻറ്റ്സ് ആർ ഇൻ സോർട്ടഡ് ഓർഡർ ആണ്. രണ്ടാമത്തെ പോയിന്റ് നെവർ വിസിറ്റഡ് ഓൾ എലമെൻറ്റ്സ്. ഇതെന്താ? ഇതെന്താ? വിസിറ്റഡ് ഓൾ എലമെൻറ്റ്സ്. ബൈനറി സെർച്ച് ആണെങ്കിൽ നെവർ വിസിറ്റ് ഓൾ എലമെൻറ്റ്സ്. ഏറ്റവും എളുപ്പത്തിൽ വർക്ക് ചെയ്യുന്ന ഏതാ?
ബൈനറി സെർച്ച് അല്ലേ. അപ്പോൾ എന്താ ഇവിടെ എന്താ ഇതാ ലീനിയർ സെർച്ച് ടേക്ക് മോർ ടൈം ടു എക്സിക്യൂട്ട്. ഇതെന്താ ഇറ്റ് ടേക്സ് ലെസ് ടൈം ഫോർ പ്രോസസ്. ആൻഡ് ലാസ്റ്റ് വൺ ലീനിയർ സെർച്ച് എപ്പോഴാണ് സ്യൂട്ടബിൾ ആവുക? അറേ ഈസ് സ്മോൾ ആണെങ്കിൽ ബെസ്റ്റ് ആണ്, എന്നാൽ അറേ ഈസ് ലാർജ് ആണെങ്കിൽ ബൈനറി സെർച്ച് ഈസ് ബെസ്റ്റ്. Suppose the matrix 4x4 is a two-dimensional that contain elements of a square matrix. 4x4 matrix. ദാടാ മൈൻഡിൽ കയറി 4x4 matrix ആണ്. 4x4 matrix എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇതാണ് കള്ളി. ഇത് സ്ക്വയർ മാട്രിക്സ് ആണ്, സ്ക്വയർ ആണ്. റൈറ്റ് എ C++ സ്റ്റേറ്റ്മെന്റ് ടു ഫൈൻഡ് ദ സം ഓഫ് ഓൾ എലിമെന്റ്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അറയാണ്. ഇത് ടു ഡയമെൻഷൻ അറേ. ഒന്നും നോക്കണ്ട, 2 ലൂപ്പ് ഇടുക. 4 I is equal to 0. എല്ലാവർക്കും അറിയുന്നതാണ് 0 1 2 3. ഇതും 0 1 2 3 ആണ്. അപ്പോൾ 3 വരെ പോയാൽ മതി. സോ I less than 4 I plus plus. 2 ഡയമെൻഷൻ ആണോ, 2 ലൂപ്പ് വേണം. വീണ്ടും രണ്ടാമത്തെ ലൂപ്പ് ഇടുക. J equal to 0 J less than 4 J plus plus. തീർന്നു. ഇനി എന്ത് ചെയ്യുക? സം ചെയ്യണം. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് എ ഓഫ് എ ആണോ തന്നത് മാട്രിക്സ്? സോറി മാറ്റാണ്. മാറ്റാക്കാം. യെസ് മാറ്റാക്കി. മാറ്റ് ഓഫ് ഐ ഓഫ് ജെ. കഴിഞ്ഞു. സിമ്പിൾ. നമ്മൾ ബബിൾ സോട്ട് അടിച്ചപ്പോൾ ഒരു ഡയമെൻഷനേ ഉള്ളൂ. അപ്പോൾ ഒരു ലൂപ്പ്. 2 ഡയമെൻഷൻ ആണെങ്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് ഡിക്ലെയർ 2 ഡയമെൻഷൻ ആറേ. ഡിക്ലെയർ ചെയ്യാൻ സിമ്പിൾ. ഒരു മാട്രിക്സ് ഡിക്ലെയർ ചെയ്യാൻ ഇൻറ്റ് ഇടുക. മാട്രിക്സിന് മാറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. മാച്ച് 3 of 5 ആണ്. 3 റോ വേണം, 5 കോളംസ് വേണം. 3 of 5. തീർന്നു. ഇതൊക്കെ ബോർഡ് എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. 1 മാർക്കേ ഉള്ളൂ കേട്ടോ, 1 മാർക്കേ ഉള്ളൂ. യെസ് നെക്സ്റ്റ് ഹൗ മെനി ബൈറ്റ്സ് ആർ റിക്വയർഡ് ടു സ്റ്റോർ ദ ഫോളോയിങ് ആറേ. ഇതെന്താ 2 5 ആണ്. 2 റോസ് ഉണ്ട്. ഇത് റോ ആണ്. 5 കോളംസ് 1 2 3 4 5 അല്ലേ, 5 റോ. അപ്പോൾ ഇതിൽ ടോട്ടൽ ബോക്സസ് 2 into 5 ആണ്. ഇൻറ്റീജർ ആണ്, ഇവിടെ ഇൻ്റാണ്. സോ 4 ബൈറ്റ്സ്. സോ ദ ആൻസർ ഈസ് 10 into 4 40 ബൈറ്റ് മെമ്മറി. ഇതിന് ആൻസർ 25 ബോക്സസ് ആണ്. 25 ബോക്സ് ആണെങ്കിൽ 25 into 4 ആൻസർ ഈസ് 100 ബൈറ്റ്സ്. യെസ് ചാപ്റ്റർ 9ലേക്ക് എത്തി. ചാപ്റ്റർ 9 നെയിം ദ അഡർ ഫയൽ. അഡർ ഫയലിൻ്റെ പേര് ഇതാണ് ആഷ് ഇൻക്ലൂഡ്. ചാപ്റ്റർ നമ്പർ 9 ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം ഉണ്ട്, C സ്റ്റുഡിയോ ഉണ്ട്, CSTD.io. കൺസോൾ ഇതാ കണ്ടോ, ഈ ടേം ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. കൺസോളിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒന്നും നോക്കണ്ട, ആഷ് ഇൻക്ലൂഡ് CSTD.io. സ്ട്രീം എന്ന് കേട്ടാൽ നമുക്ക് പാടി പഠിക്കണം. IO സ്ട്രീം ആണ്. ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം. IO stream. Settle? Yes. What is the advantages of gets using? Gets to input string. Explain with an example. എല്ലാവർക്കും അറിയുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ പേര് യെസ് care name of 20. ഇതിൽ ജസ്റ്റ് ഞാനൊരു പേര് ടൈപ്പ് ചെയ്തു. C in name എന്ന് കൊടുത്തു, C out name എന്ന് കൊടുത്തു. എന്താ കിട്ടുക? എൻ്റെ പേര് അതേപോലെ റീഡ് ചെയ്യും, അതേപോലെ ഡിസ്പ്ലേ ചെയ്യും. എൻ്റെ പേര് ഞാൻ കൊടുക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ എന്നാണ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, സച്ചിൻ എന്നുള്ളത് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇതാണ് ഇൻപുട്ട് എങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി സച്ചിൻ. കാരണം ഞാൻ ഉപയോഗിച്ചത് സി ഇന്നാണ്. സി ഇന്നിന് ചെറിയൊരു പ്രശ്നമുണ്ട്, സ്പേസ് അല്ലെങ്കിൽ എൻ്റർ ബട്ടൺ. ഈ 2 കണ്ടാൽ അത് സ്റ്റോപ്പ് ആവും. വന്ദേ മാതരം എന്ന് കൊടുത്താൽ വന്ദേ വരുള്ളൂ. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് കൊടുത്താൽ ഗ്രീനേ വരുള്ളൂ. ഹാപ്പി ന്യൂ ഇയർ എന്ന് കൊടുത്താൽ ഹാപ്പി എന്നേ വരുള്ളൂ. മുഹമ്മദ് ജസീം എന്ന് കൊടുത്താൽ മുഹമ്മദേ വരുള്ളൂ. എജുപോർട്ട് ജസീം എന്ന് കൊടുത്താൽ എജുപോർട്ട് എന്നേ വരുള്ളൂ. സ്പേസ് കണ്ടാൽ മൂപ്പരോട് സ്റ്റോപ്പ് ആവും. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ഇൻ ഓർഡർ ടു സോൾവ് ദിസ് പ്രോബ്ലം വി യൂസ് ഗെറ്റ്സ് ഫംഗ്ഷൻ, ഗെറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേ കോഡിനെ കെയർ നെയിം ഓഫ് 20 ഞാൻ വല്ല കൺവേർട്ട് ചെയ്യും. എന്തിലേക്ക്? ഗെറ്റ്സിലേക്ക് കൊടുത്തു. ഗെറ്റ്സ് നെയിം കൊടുത്താൽ അതോടെ ആ ടാസ്ക് കഴിഞ്ഞു. സി ഔട്ട് നെയിം എന്ത് കൊടുത്താലും സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് കൊടുത്താൽ സച്ചിൻ ടെണ്ടുൽക്കർ വരും.
ഇതിൻ്റെ പ്രശ്നം, ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഗെറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ സ്പേസിനല്ല റോൾ ഉള്ളത്, എൻ്റർ ബട്ടൺ മാത്രമാണ് റോൾ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ വേരിയബിൾ മൈ നെയിം എന്നുള്ള ഒരു വേരിയബിൾ ഉണ്ടാകും ടു സ്റ്റോർ എ സ്ട്രിങ് മാക്സിമം ലെങ്ത്. യെസ്, സ്ട്രിങ് ആണെന്ന് കണ്ടാൽ ക്യാർന്ന് എഴുതാം. വേരിയബിളിൻ്റെ പേര് തന്നിട്ടുണ്ട് my_name. എത്ര സൈസ് തന്നത്? 30. ഈ ഒരൊറ്റ ക്വസ്റ്റ്യനുള്ളൂ, 1 മാർക്കാണ് ഇതിന്. നെക്സ്റ്റ്, മൈ നെയിം ഈസ് എ വേരിയബിൾ. ഓക്കെ, മൈ നെയിം ഈസ് റൈറ്റ് 2 ഡിഫറെൻറ്റ് C++ സ്റ്റേറ്റ്മെൻറ്റ് ടു ഡിസ്പ്ലേ. മൈ നെയിം എന്നുള്ള സാധനം ഡിസ്പ്ലേ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യുന്നത് ഏതാടാ? ഒന്നെങ്കിൽ സി ഔട്ട് my_name, ഇതൊരു മെത്തേഡ്. അതല്ല എങ്കിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ് പുഡ്സ് കൊടുക്കാം, my_name. ഇനി അതും അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് സി ഔട്ട് ഡോട്ട് റൈറ്റ് my_name, അതിൻ്റെ ലെങ്ത്ത് കൊടുക്കണം. ലെങ്ത്ത് 30 ആണെങ്കിൽ 30. ഈ 3 മെത്തേഡ്സാണ്. യെസ്, നെയിം ദ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് ആൽഫ ന്യൂമറിക് ആണോ അല്ലേ. ആൽഫ ന്യൂമറിക് ആണോ അല്ലേ ചെക്ക് ചെയ്യുന്ന ആള് ഈസ് ആൽനം. ഇത് ക്യാരക്ടർ ഫംഗ്ഷൻ ആണ്. ആഷ് ഇൻക്ലൂഡ് CC ടൈപ്പ് ആണ് ഇതിൻ്റെ ഡാറ്റ ഫയൽ. 7 മക്കളാണ്. ഈസ് ആൽഫ, ഈസ് ഡിജിറ്റ്, ഈസ് ആൽനം, ഈസ് അപ്പർ, ഈസ് ലോവർ, ടു അപ്പർ ടു ലോവർ. ഈ 7 മക്കൾ ചേർന്നതാണ് CC ടൈപ്പിൻ്റെ ഉള്ളിലത്തെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. നമ്മളോട് ചോദിച്ചത് ആൽഫ ന്യൂമറിക് ആണ്. ഈസ് ആൽനം എന്ന് മാത്രം എഴുതിയാൽ മതി, 1 മാർക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ദ സ്ട്രിംഗ് ഫംഗ്ഷൻ strcmpയും strcmpIയും. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. strcmpയും strcmpIയും രണ്ടും സ്ട്രിംഗ് കമ്പാരിസൺ തന്നെയാണ്. സ്ട്രിംഗ് കമ്പാരിസൺ ആണ്. ഇതും സ്ട്രിംഗ് കമ്പാരിസൺ ആണ്. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ഇത് സ്ട്രിംഗ് കമ്പാരിസൺ ഒരു ഐ എക്സ്ട്രാ ഉണ്ട്. ആ ഐൻ്റെ ഫുൾ ഫോം ആണ് ബൈ ഇഗ്നോർ ദ കേസ്. വലിയക്ഷരം ചെറിയക്ഷരം എന്നുള്ള കാറ്റഗറിയോട് മാറ്റി നിർത്തും. 2 സ്ട്രിങ്ങും റിട്ടേൺ ചെയ്യുന്നത് 3 വാല്യൂസ് ആണ്, -1 0 1. ഇതും -1 0 1 ആണ്. പക്ഷെ എന്താ വ്യത്യാസം എന്നുള്ളത് കാണിച്ചു തരാം. ഫസ്റ്റ് എക്സാമ്പിൾ, strcmp ഓഫ്. ഞാൻ എന്തെങ്കിലും ക്യാപിറ്റലിൽ ABC എന്ന് കൊടുത്തു, സ്മോൾ ലെറ്ററിൽ ABC എന്ന് കൊടുത്തു. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കറിയാം എൻ്റെ ആസ്കി വാല്യൂ 65 ആണ്. ഈ എൻ്റെ ആസ്കി വാല്യൂ 97 ആണ്. 65 നിന്ന് 97 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം നെഗറ്റീവ് വാല്യൂ ആണ്. സോ ദ ആൻസർ ഈസ് -1 ആണ്. എന്നാൽ ഇതിൽ കൊടുക്കാം strcmpI ആണെങ്കിൽ ഇഗ്നോർ ചെയ്യും. ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ എന്നുള്ള കാറ്റഗറി ഇത് മാറ്റി നിർത്തുകയാണെങ്കിൽ 2 ABCയും സെയിം ആണ്. സോ ദ ആൻസർ ഈസ് 0. That is the difference, strcmp and CMPI. ഷുവർ ക്വസ്റ്റ്യൻ, അടുത്ത ഷുവർ ക്വസ്റ്റ്യൻ, കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. എൻ്റെ കയ്യിലേക്ക് നോക്കുക, ഇത് കോൾ ബൈ വാല്യൂ ആണ്, ഇത് കോൾ ബൈ റെഫറൻസ് ആണ്. എൻ്റെ ഈ കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് നോക്കിക്കോ. ഇതിൽ ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ആവാം, എക്സ്പ്രഷൻ ആവാം, കോൺസ്റ്റൻ്റ് ആവാം. എന്നാൽ ഇതിൽ കോൾ ബൈ റെഫറൻസിൽ ആക്ച്വൽ പാരാമീറ്റർ മസ്റ്റ് ബി വേരിയബിൾ. ഇവിടെ കോൾ ബൈ വാല്യൂൻ്റെ ഉള്ളിൽ സാധാരണ വേരിയബിൾ ആണ്. ആക്ച്വൽ പാരാമീറ്ററും നോർമൽ വേരിയബിൾസ് ആർ യൂസ്ഡ്. എന്നാൽ കോൾ ബൈ റെഫറൻസിൽ റെഫറൻസ് വേരിയബിൾ ആർ യൂസ്ഡ്. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ആ കോൾ ബൈ വാല്യൂവിൽ എന്ത് ചേഞ്ച് വന്നാലും അതിൻ്റെ ഒറിജിനലിനെ ബാധിക്കൂല. ദ ചേഞ്ചസ് എഫക്റ്റ് ഓൺ ഫോർമൽ പാരാമീറ്റർ നോട്ട് റിഫ്ലക്ട് ബാക്ക് ടു ആക്ച്വൽ പാരാമീറ്റർ. എന്നാൽ കോൾ ബൈ റെഫറൻസിൽ ചേഞ്ചസ് എഫക്റ്റ് ചെയ്യും. ദ ചേഞ്ചസ് എഫക്റ്റ് ഓൺ ദ ഫോർമൽ പാരാമീറ്റർ വിൽ റിഫ്ലക്ട് ബാക്ക് ടു ആക്ച്വൽ പാരാമീറ്റർ. ഇതും കഴിഞ്ഞു. നാലാമത്തെ പോയിന്റ്, കാരണം ഇവിടെ ചേഞ്ച് എഫക്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം ഇത് രണ്ടും സ്റ്റോർ ചെയ്യുന്നത് സെപ്പറേറ്റ് വേരിയബിൾ ആണ്. ആക്ച്വൽ ആൻഡ് ഫോർമൽ പാരാമീറ്റർ ആർ സ്റ്റോർഡ് ഇൻ സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ. എന്നാൽ ഇതെന്താ, സെയിം മെമ്മറി ലൊക്കേഷനാണ്. ഈ 4 പോയിന്റ് വൃത്തിയിൽ സെറ്റാക്കി പഠിച്ചു പോണേ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A function is called by itself is called എന്താ, a function can call itself for many times and return a statement. What is the name? ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ വിളിക്കുന്ന കോൺസെപ്റ്റിനെ പറഞ്ഞ പേരാണ് റിക്കർഷൻ. എ ഫംഗ്ഷൻ ഈസ് കോൾഡ് ബൈ ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് റിക്കർഷൻ. യെസ്, റൈറ്റ് എ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഓഫ് ദ അബവ്
ഫൈൻഡ് ദ നാച്ചുറൽ നമ്പേഴ്സ്. സമ്മ് കാണാനുള്ള ഒരു റിക്കർഷൻ എഴുതാനാണ് ചോദിച്ചത്. അപ്പോൾ എന്ത് എഴുതാ? ഇൻഡ് സം ഇൻഡ് എൻ അല്ലേ? സമ്മ ചെയ്യേണ്ടത് എൻ വരെയുള്ള സമ്മ് ചെയ്യണം. എടാ മക്കളെ 10 വരെയുള്ള നമ്പേഴ്സ് സമ്മ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സം ഓഫ് 10 കോൾ ചെയ്തു. സം ഓഫ് 10 പറഞ്ഞാൽ ചെയ്യാനുള്ള ടാസ്ക് എത്ര ഉള്ളൂ? 10 സമ്മ് ചെയ്യുക. ആരോട്? സം ഓഫ് 9 വരെ. 9 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് കാണുക, അതിനോട് 10 കൂട്ടിയാൽ മതി. അപ്പം എങ്ങനെ ഇതാ? യെസ് റിട്ടേൺ. യെസ് റിട്ടേൺ. എന്ത് റിട്ടേൺ ചെയ്യടാ? എൻ. ഇതാ 10 ആണെങ്കിൽ 10, എൻ ആണെങ്കിൽ എൻ പ്ലസ് സം ഓഫ് 9 ആണ്. അപ്പം എങ്ങനെ ഇതാ? സം ഓഫ് 9 പകരം n - 1 കൊടുക്കും. തീർന്നു. ഈ ടാസ്ക് ഇങ്ങനെ ചെയ്യും. ദിസ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് റിക്കർഷൻ. ഒരാൾ ഇയാളെ തന്നെ കോൾ ചെയ്യുക. ഇത് ജന്മത്ത് നിർത്തൂല. അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യണം. എവിടെ സ്റ്റോപ്പ് ചെയ്യണം? 1 വരെ സ്റ്റോപ്പ് ചെയ്താൽ മതി. സോ ഈഫ് എന്നിൻ്റെ വാല്യൂ 1 എത്തിയാൽ ഉടനെ റിട്ടേൺ ചെയ്യുക. 1ൻ്റെ വാല്യൂ 1 തന്നെയാണ്. അല്ല എങ്കിൽ എൽസ് റിട്ടേൺ n പ്ലസ് സം ഓഫ് n - 1. സിമ്പിൾ. യെസ് സിമ്പിൾ. അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പ്രോട്ടോടൈപ്പ്. ഇതിലെല്ലാ ഉത്തരവും അതിലുണ്ട്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം. പ്രോട്ടോടൈപ്പിൻ്റെ ചോദ്യം വന്നാൽ ദ ഫങ്ഷൻ ഡിസ്പ്ലേ. അപ്പോൾ ഒന്നും നോക്കണ്ട, ഫങ്ഷൻ്റെ പേര് തന്നിട്ടുണ്ട് ഡിസ്പ്ലേ. ഡിസ്പ്ലേ എന്ന് എഴുതാം. ആക്സെപ്റ്റ് 1 ആർഗ്യുമെൻറ്റ് ഓഫ് ടൈപ്പ് ഡബിൾ. ഇത് സ്വീകരിക്കുന്ന ഒരു വേരിയബിൾ ആണ്. അത് ഏത് ടൈപ്പാ? ഡബിൾ. അപ്പോൾ ഡബിൾ എന്ന് എഴുതാം, സെമിക്കോളൻ ഇടുക. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് റിട്ടേൺ എനി വാല്യൂ. അത് ഒന്നും റിട്ടേൺ ചെയ്യൂല, ഒന്നുമില്ല. അപ്പം അതിൻ്റെ ആൻസർ എന്താ? വോയിഡ്. വോയിഡ് ഡിസ്പ്ലേ ഡബിൾ. നെക്സ്റ്റ് ടോട്ടൽ ഈസ് ദ ഫംഗ്ഷൻ. ഇതാ കണ്ടോ? ടോട്ടൽ ഈസ് ദ ഫംഗ്ഷൻ. ഇറ്റ് ടേക്സ് 2 ആർഗ്യുമെൻറ്റ് ഓഫ് ഇൻറ്റും ഫ്ലോട്ടും. അപ്പം ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതാ, ഇൻറ്റു എഴുതണം, ഫ്ലോട്ടും എഴുതണം, സെമിക്കോളൻ. ആൻഡ് റിട്ടേൺ എ ഫ്ലോട്ട്. ആ റിട്ടേൺ ചെയ്യുന്നത് മുമ്പിൽ എഴുതാ, ഫ്ലോട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. ടാസ്ക് ഈസ് ഓവർ. സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ് തിയറി പാർട്ടിലേക്ക് കയറി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതിന് ആൻസർ നമുക്ക് ഡയറക്റ്റ് ആണ്. സോ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. നമുക്കറിയാം ഇൻ്റർനെറ്റ് ലോകം മൊത്തം അവൈലബിൾ ആണ്. എലമെൻറ്റ്സ് പാൻ പഠിച്ചിട്ടുണ്ട്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ബ്ലൂടൂത്ത് വഴി അയക്കുന്നതാണ്. ലാൻ പറഞ്ഞ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. മാൻ പറഞ്ഞ സിറ്റി മൊത്തം, ലോകം മൊത്തം കിട്ടണമെങ്കിൽ ദാറ്റ് ഈസ് ഇൻ്റർനെറ്റ്. വാൻ്റെ എക്സാമ്പിളാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ബ്ലൂടൂത്ത് ക്യാൻ ബി യൂസ്ഡ് ഫോർ എന്താ? ഷോർട്ട് ഡിസ്റ്റൻസ് കേട്ടാ. ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. URLൻ്റെ ഫുൾ ഫോം ചോദിക്കും, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് പരസ്പരം കണക്ട് ചെയ്താണ് ബെനിഫിറ്റ്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആണ്, റിസോഴ്സ് ഷെയറിംഗ് ആണ്, ഡാറ്റ ഷെയറിംഗ് ആണ്, സ്കേലബിൾ ആണ്, റിലയബിൾ ആണ്. സ്കേലബിൾ എന്ന് പറഞ്ഞാൽ ആളുകളുടെ എണ്ണം കൂട്ടാം. റിലയബിൾ എന്ന് പറഞ്ഞാൽ വെൻ വൺ നോഡ് ഈസ് ഫെയിലർ ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ദ എൻ്റയർ നെറ്റ്വർക്ക്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്, റിസോഴ്സ് ഷെയറിംഗ് ആണ്, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡാറ്റ ഷെയറിംഗ്. ഡിഫൈൻ നെറ്റ്വർക്ക് ടോപ്പോളജി. എന്താ ടോപ്പോളജി? ദ വേ ഇൻ വിച്ച് ദ നോഡ്സ് ആർ ഫിസിക്കലി ഇൻ്റർകണക്റ്റഡ് ടു കമ്പ്യൂട്ടേഴ്സ് അല്ലെ, ടു ഫോം എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ ഡിഫറെൻറ്റ് രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് ടോപ്പോളജി. എക്സ്പ്ലെയിൻ 4 ടോപ്പോളജി. ഫസ്റ്റ് വൺ ഈസ് ഏതാടാ? ബസ് ടോപ്പോളജി. എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു കേബിള്, ആ കേബിളിലേക്ക് ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടു എ സിംഗിൾ കേബിൾ. അതുകൊണ്ട് 4 പോയിന്റ്സ് ആണ് നോട്ട് ചെയ്യേണ്ടത്. റിക്വയർ ലെസ് കേബിൾ മതി, ലെസ് കേബിൾ. ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടു എ സിംഗിൾ കേബിൾ അല്ലേ. ആളുകളുടെ എണ്ണം കൂട്ടാൻ പറ്റും. സോ സ്കേലബിൾ ആണ്. ഒരു സിസ്റ്റം ഫെയിലായാലും ഇറ്റ് ഡസിൻ്റ് എഫക്റ്റ്. അപ്പം എന്താ? റിലയബിൾ ആണ്. ആദ്യം ഒരു ഡെഫിനിഷൻ ചെയ്താൽ വൃത്തിയിൽ. എന്താ ഡെഫിനിഷൻ? ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടു എ സിംഗിൾ കേബിൾ, മെയിൻ കേബിൾ. യെസ്, ലെസ് കേബിൾ അല്ലെങ്കിൽ ചീപ്പാണ്. യെസ്, റിംഗ് ടോപ്പോളജി. റിംഗ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ഇൻ എ സർക്കുലർ മാനർ. ഫസ്റ്റ് പോയിന്റ് സർക്കുലർ മാനറിലാണ്. ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ഇൻ എ സർക്കുലർ മാനർ. രണ്ടാമത്തെ പോയിന്റ് യെസ്. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ സ്കേലബിൾ ആണോ? നോട്ട് സ്കേലബിൾ ആണ്. ആളുകളുടെ എണ്ണം കൂട്ടാൻ പറ്റൂല. നോട്ട് സ്കേലബിൾ ആണ്. നോട്ട് റിലയബിൾ ആണ്.
ഒരു സിസ്റ്റം ഫെയിലിയർ ആയാൽ അത് റിങ് എന്നുള്ള കോൺസെപ്റ്റ് പോയി കിട്ടി. യെസ്. തേർഡ് വൺ ഈസ് സ്റ്റാർ ടോപ്പോളജി. ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടു ഒരു മിഡിൽ ഒരാളുണ്ടാവുക. ദാറ്റ് ഈസ് ഹബ് ആവാം അല്ലെങ്കിൽ സ്വിച്ച് ആവാം. ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടു സിംഗിൾ സെർവർ. ഫസ്റ്റ് ഡെഫിനിഷൻ ഇതാ. All computers are connected to a main server, that is hub or switch. Yes, second one is scalable ആണ്. ആര് നോക്കിക്കോളും? ആ ഹബ് ഓർ സ്വിച്ച് നോക്കിക്കോളും. സ്കാലബിൾ ആണ്, റിലയബിളും ആണ്. If the server is failure, hub or switch failure ആയ it affect the entire network. And last one is mesh topology ആണ്. Mesh means all computers are connected to each other. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ. ഇങ്ങനെ ആകുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ മോർ കേബിൾ വേണം. മോർ കേബിൾ ആദ്യം ഡെഫിനിഷൻ ചെയ്താ. ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ. ഇറ്റ് റിക്വയർ മോർ കേബിൾസ്. അതുകൊണ്ട് തന്നെ സ്കാലബിൾ അല്ല. ആളുകളെ ആഡ് ചെയ്യുക എന്നുള്ളത് വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. നോട്ട് സ്കാലബിൾ ആണ്, ബട്ട് റിലയബിൾ ആണ്. ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആണ്. ഇമ്പോർട്ടൻ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, നെക്സ്റ്റ് വൺ. റൈറ്റ് നോട്ട്സ് ഓഫ് ദ ഫോളോയിങ്. IP അഡ്രസ്, MAC അഡ്രസ്, മോഡമാണ്. IP അഡ്രസ് എല്ലാവർക്കും അറിയാം. ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. IPv4 ഉണ്ട്, IPv6 ഉണ്ട്. V4-ൽ 32 ബിറ്റാണ് യൂസ് ചെയ്യുക. IPv6-ൽ 128 ബിറ്റാണ് യൂസ് ചെയ്യുക. MAC അഡ്രസ് പറഞ്ഞാൽ ഒരു പെർമനൻ്റ് അഡ്രസ്സാണ്. വി കാൺ ചേഞ്ച്. പെർമനൻ്റ് അഡ്രസ്സാണ്. പെർമനൻ്റ് ഒരു ഡിവൈസിന് കൊടുക്കുന്ന പെർമനൻ്റ് അഡ്രസ്സാണ്. അതിൽ 2 പാർട്ട് ഉണ്ടാവും. 12 ഡിജിറ്റ് ഹെക്സാഡെസിമൽ നമ്പറാണ്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. ഹെക്സാഡെസിമൽ നമ്പറാണ്. SS ഈ രീതിയിലാണ് അതിൻ്റെ സ്റ്റൈല്. ആദ്യത്തെ 6 അക്കം മാനുഫാക്ചർ ഐ ഡി ആണ്. പിന്നുള്ള 6 അക്കം പ്രൊഡക്റ്റ് ഐ ഡി ആണ്. മോഡത്തിൻ്റെ വർക്കിംഗ്. മോഡ് എന്താണെന്ന് വെച്ചാൽ, മോഡ് എന്ന് പറഞ്ഞാൽ മോഡ് പ്ലസ് ഡമ്മാണ്. എന്താ ഡമ്മ്? മോഡ് എന്ന് പറഞ്ഞാൽ മോഡുലേഷനാണ്. മോഡുലേഷൻ. ഡമ്മ് എന്ന് പറഞ്ഞാൽ ഡീമോഡുലേഷൻ ആണ്. സത്യത്തിൽ ഇതെന്താണെന്ന് വെച്ചാൽ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് മോഡുലേഷൻ. ഡിജിറ്റൽ സിഗ്നൽ. ഈ ഡിജിറ്റൽ സിഗ്നലിനെ വേവ് രൂപത്തിൽ ഇങ്ങനെ മാറ്റും, അനലോഗ് ആക്കി മാറ്റും. തിരിച്ചുള്ള പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ഡീമോഡുലേഷൻ. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. യെസ്, ചാപ്റ്റർ 12 ലാസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് സിം ആണ്. സിമ്മിൻ്റെ ഫുൾ ഫോം സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂളാണ്. യെസ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടേംസ് എത്തിക്കൽ ഹാക്കാണ്. 3 ടൈപ്പ് ഹാക്കിംഗ് ഉണ്ട് അല്ലേ? ബ്ലാക്ക്, ഗ്രേ, വൈറ്റ് ആണ്. എത്തിക്കൽ എന്ന് പറയുമ്പോൾ വൈറ്റ് ഹാറ്റ് ആണ്. Which one of the following technology is used for locating geographical position? GPS, Global Positioning System. Briefly explain any 3 mobile communication services. Mobile services 4 services ആണ്. ഒന്ന് SMS, ഷോർട്ട് മെസ്സേജ് സർവീസ്. MMS, മൾട്ടിമീഡിയ മെസ്സേജ് സർവീസ്. മൂന്നാമത്തത് GPS, ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം ആണ്. പിന്നെ നമ്മുടെ പ്രൈവറ്റ് ഡാറ്റാസ്, പേഴ്സണൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്ന സ്മാർട്ട് കാർഡ്സ്. യെസ്, ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ഇമെയിലിൻ്റെ ഡിഫറെൻറ്റ് സെക്ഷൻസ്. CC 2 ആരിലേക്കാണോ ഞാൻ മെസ്സേജ് അയക്കുന്നത് അതാണ് 2. CC കാർബൺ കോപ്പിയാണ്. അയക്കുന്ന രണ്ടാമത്തെ ഒരു പേഴ്സൺ, സെക്കൻഡ് റെസിപ്പൻ്റാണ്. തേർഡ് പേഴ്സൺ ആണ് BCC ബ്ലൈൻഡ് കാർബൺ കോപ്പി. സബ്ജക്റ്റ് ഉണ്ടാവും, അതേപോലെ അയക്കുന്ന കണ്ടന്റ് ഉണ്ടാവും. യെസ്, social media play a vital role in the today's life. Right, the advantage and limitations എന്തൊക്കെ ഉണ്ടാവുക ഈ സോഷ്യൽ മീഡിയ അല്ലേ? വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, അതിൻ്റെ ബെനിഫിറ്റ് എന്താ? ബ്രിങ് പീപ്പിൾ ഗെറ്റ് ടുഗദർ. സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. ബിസിനസ് പ്രൊമോഷൻ നടക്കും. ഹെൽപ്പ് ടു ഓർഗനൈസ് ഇവൻറ്റ്സ്. യെസ്, ലിമിറ്റേഷൻ എന്താ? വെറുതെ സമയം കളയും. അഡിക്ഷനാണ്. പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഇൻട്രൂഷൻ ടു പ്രൈവസിയാണ്. ദെൻ സ്പ്രെഡ് റൂമേഴ്സ്. ഇല്ലാത്ത കഥകൾ ഇങ്ങനെ മെനഞ്ഞെടുക്കും.
ഡിഫൈൻ ഇൻ്റർനെറ്റ്. എന്താ ഇൻ്റർനെറ്റ്? ഇൻ്റർനെറ്റ് ഈസ് എ ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്. ഒരുപാട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് തമ്മിൽ കണക്ട് ചെയ്ത് ദാറ്റ് സർവ് ദ യൂസർ ഓൾ ഓവർ ദ വേൾഡ്. ലോകം മൊത്തം ഒരു കുടക്കീയിലേക്ക് എത്തുക. 2 ടൈപ്പ് കണക്ഷൻ ഉണ്ട്, ഡയലപ്പ് കണക്ഷനും ബ്രോഡ്ബാൻഡ് കണക്ഷനും. നമുക്കിപ്പം സുപരിചിതമായിട്ട് എല്ലാവരും കേട്ട് പരിചയമുള്ള സാധനമാണ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ. ഡയലപ്പ് കണക്ഷൻ്റെ യൂസ് ചെയ്യുന്നത് സ്ലോ കണക്ഷനാണ്, എന്നാൽ ഇത് ഹൈ സ്പീഡ് കണക്ഷനാണ്. ഇവിടെ റിക്വയർ ഡയലിംഗ് ആവശ്യമുണ്ട്, എന്നാൽ ഇത് ആൾവേസ് ഓൺ ആയി കിടക്കും. ഇതിൻ്റെ ഉള്ളിൽ യൂസ് ടെലഫോൺ ലൈൻ എക്സ്ക്ലൂസീവാണ്. ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ, എന്നാൽ എക്സ്ക്ലൂസീവാണ്. ഇത് സൈമൾട്ടേനിയസ് യൂസാണ്. യെസ്, ഇത് ഡയലപ്പ് മോഡമാണ് യൂസ് ചെയ്യുക, എന്നാൽ മറ്റത് ബ്രോഡ്ബാൻഡ് മോഡമാണ് യൂസ് ചെയ്യുക. സെറ്റല്ലേ? വളരെ സിമ്പിളല്ലേ? യെസ്. അപ്പം മക്കളെ, പാർട്ട് 2 വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ അന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ പാർട്ട് 2 ഡീറ്റെയിൽ സെക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്കും നമുക്ക് ഡിസ്കസ് ചെയ്ത് പൊളിച്ചടക്കണം. 2024 മാർച്ച് 21 നമ്മുടെ ദിനമാക്കി മാറ്റണം. സോ തയ്യാറല്ലേ? അപ്പം ബാക്കി നമുക്ക് ലൈവിൽ കാണാം. റെഡി?